വിവേക ഈ പുതിയ ഫോണിലെ ഇതിലെങ്ങനെ ഈ വൈഫൈ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാനകി സുധീർ, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ജാനകി സുധീറിനെ കുറിച്ച് ഇതിനു മുൻപും ഞാൻ എൻ്റെ ചാനലിനകത്ത് വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ റീസൺ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനാണ്. ഇന്നും ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജാനകി സുധീർ തന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് പങ്കുവച്ചു. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുവിൻ്റെതായിട്ട് ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്ന ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആണെങ്കിലും ലൈവുകളാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സദാചാര മര്യാദകളെ ലംഘിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ പോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ മോശക്കാരാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിലേക്ക് സ്പ്രെഡായി. പക്ഷെ രേണു മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ സബ്സ്ക്രിപ്ഷൻ വഴി പുറത്തേക്ക് വിടുന്നത്. ധാരാളം ആളുകളുണ്ട്. അവരിൽ പലരുടെയും വീഡിയോസ് ഒക്കെ നമ്മുടെ കൈവശം കിട്ടിയതാണ്. അതൊന്നും പക്ഷെ നമുക്ക് യൂട്യൂബ് വഴി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് നമ്മുടെ ചാനൽ അടിച്ചു പോകും. അത്രത്തോളം വൾഗാരിറ്റി ഉള്ള കണ്ടന്റുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അത് തന്നെയാണ് കാര്യം. നമ്മൾ ആ സാധനം എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡ് നമ്മുടെ ചാനൽ യൂട്യൂബ് അടിച്ചു കളയും. അത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജാനകി സുധീറിൻ്റെതായിട്ട് അന്ന് വന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഒക്കെ ഇടുന്നത് വളരെ കുറവാണ്. സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് ആ കാര്യമല്ല പറയാൻ പോകുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനും കാണിച്ചു തരാനും ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? ഇനിയിപ്പോൾ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പം നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് വരും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പം മതിയായില്ലേ? എന്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ? ഇനി മേൽ ഇക്കാര്യം ചോദിച്ചോണ്ട് വരരുത് കേട്ടെ. ഈ ഒരു വീഡിയോ ആണ് ജാനകി സുധീറിൻ്റെതായിട്ട് അന്ന് പുറത്തേക്ക് വന്നത് അവരുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട്. ഈ ഒരു വീഡിയോ അന്ന് അത്യാവശ്യം കോൺട്രവേഴ്സി ആയതാണ്. 399 രൂപ അടച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ഉള്ളൂ വീട്ടുകാരായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണൂ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതായിരുന്നു അന്ന് നമ്മൾ വളരെയധികം ഗൗരവപരമായിട്ട് ചർച്ച ചെയ്തത്. എന്നാലും ഈ 399 രൂപ എന്ന് പറയുന്നത് 5 കിലോ അരി വാങ്ങാനുള്ള പൈസയാണ്. അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പണിക്ക് പോയി കിട്ടുന്ന പൈസയിൽ നിന്ന് 399 രൂപ പ്രതി മാസം സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ ഈ പെൺകുട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവന്റെ വീട്ടിലോട്ട് മേടിക്കാവുന്ന 5 കിലോ അരിയുടെ ക്യാഷാണ് ഇവളന്മാർ കൊണ്ടുപോയി തിന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിൽ നിന്ന് ക്യാഷ് പോയാലും കുഴപ്പമില്ല,
തന്റെ ഞരമ്പ് രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ അധികം വേട്ടാവളിയന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവന്മാർ ഇതിന്റെ തന്നെ പിന്നാലെ പായി. ഇതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ആണ്. നല്ല എമൗണ്ട് മേടിച്ചിട്ട് പലതരത്തിലുള്ള കാഴ്ചവെക്കലുകൾ നടത്തുന്ന ഇൻഫ്ലുവൻസർമാർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷെ ഇന്ന് ഇവരുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടുവന്നത്. എരന്ന് തിന്നുന്നവരെ തുറന്നു തിന്നാൻ നിൽക്കുന്ന കുറെ അധികം ആളുകളെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ആരുടെ പേരെടുത്ത് പറയുന്നില്ല. ഇവർക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് ഈ 399 രൂപ അടയ്ക്കാണ്ട് ക്യാഷ് ഇല്ല, അതുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഇടുന്ന വീഡിയോസും ഫോട്ടോസും എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്ന ആളുകൾക്ക് മറുപടിയുമായിട്ട് ജാനകി സുധീർ വന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട്. ചിലർ പറയുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലരാണെങ്കിൽ എനിക്ക് മെയിൽ അയച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മെസ്സേജാണേ. I am your big fan. I really enjoy your contents. I want to subscribe and support your page, but due to financial difficulties, I couldn't afford that. Can you please give me a subscription? It will mean a lot to me as your loyal fan. With love. അപ്പോൾ ഈ ലോയൽ ഫാനോട്, ഇതുപോലുള്ള ലോയൽ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഫാനിൻ്റെ കാറ്റ് മാത്രം കൊണ്ടല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത്. AC ഇട്ടിട്ടുണ്ട്, AC ഉണ്ട് എൻ്റെ റൂമിൽ. അപ്പം ACയുടെ ബില്ലടയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളെയാണ് കഷ്ടപ്പാടിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫ്രീ തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഇല്ല. ഓക്കെ, അപ്പം എൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. എടാ, സത്യം പറഞ്ഞ ഇവിടെ ഇരന്ന് തിന്നുക, അതിനിടയ്ക്ക് കൂടി ചെന്ന് തുറന്നു തിന്നാതെ. എടാ, ക്യാഷിൽ അത് കാണാതിരിക്കും. അല്ലെങ്കിൽ ധാരാളം സൈറ്റുകളുണ്ട്, അതൊക്കെ പോയിരുന്ന് കാണുക. അവിടെ ആകുമ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ പോയിരുന്ന് കാണുക. എന്ന് വെച്ചുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത ആളുകൾ അവിടെ ചെന്നിരുന്ന് കാണരുത്, അകത്തു പോകും. ഇത് ഒട്ടും ശമനമില്ലാത്തവന്മാരോടാണ് പറയുന്നത്. അവിടെ പോയിരുന്ന് കാണുക, എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടും. നിന്റെയൊക്കെ വീട്ടിലോട്ട് 5 കിലോ അരി മേടിക്കാനുള്ള ക്യാഷ് ഇവളുടെയൊക്കെ അണ്ണാക്കിലോട്ട് തിരികെ കൊടുക്കുന്നതിന് നല്ലതല്ലേ ആ സൈറ്റിൽ പോയിരുന്ന് കാണുന്നത്. ചുമ്മാ കുറെ എണ്ണം ഭൂമിക്ക് ഭാരമായിട്ട്. എടാ, തന്തയ്ക്കും തള്ളയ്ക്കും ഒരു നേരത്തെ അന്നം മേടിച്ചു കൊടുക്കും ആ ക്യാഷ് കൊണ്ട്. അതിന്റെ പുണ്യം കിട്ടും. മക്കളുടെ മക്കൾക്ക് പഠിക്കാനുള്ള പുസ്തകം മേടിച്ചു കൊടുക്കും. നാളെ അതുങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തി നിന്നെയൊക്കെ വയസ്സാങ്കത്ത് നോക്കും. അല്ലാതെ ഇവിടുമാരുടെയൊക്കെ പുറകെ പോയി ക്യാഷ് കളയാതെ. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഓക്കെ, എന്നാ ബൈ.